ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് വളരെ ഈസി ആയ ഒരു ചിക്കൻ കപ്സ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കപ്സ ഉണ്ടാക്കാനായിട്ട് നമ്മളിപ്പോൾ ഒരു ബിരിയാണി പോട്ട് എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 6 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 50 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന 2 സവാള ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരു കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് ഇവിടെ ചിക്കൻ എടുത്തേക്കുന്നത്. അവരവരുടെ ഇഷ്ടത്തിന് കഷ്ണങ്ങൾ ചെറുതാക്കിയും വലുതാക്കിയും വേണമെങ്കിൽ ചെയ്യാം. ഇതിലേക്ക് 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ സാദാ ജീരകം. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്. ഇതിലേക്ക് 1 കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ബേ ലീഫ് നമുക്ക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗ്രാമ്പ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 4 ഏലക്ക ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ഡ്രൈ ലെമൺ ചെറുതായിട്ട് പൊട്ടിച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് പൊട്ടിക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഫ്ലേവർ നമ്മുടെ ചോറിന് നന്നായിട്ട് ലഭിക്കാനായിട്ടാണ്. ഇതിലേക്ക് 1 കപ്പ് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. 1 കപ്പ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 ലിറ്റർ വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇതിനൊന്ന് വേവിച്ചെടുക്കാം. ഇത് വേവാനായിട്ട് നമുക്ക് ഈ പാത്രം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ പാത്രം ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ചിക്കനൊക്കെ ഇപ്പോൾ ഹാഫ് കുക്കായിട്ടുണ്ട്. ഈ ചിക്കനിലേക്ക് ഇനി നമുക്ക് 1/4 വേവാക്കി വെച്ചേക്കുന്ന ബസുമതി റൈസ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 കപ്പ് ബസുമതി റൈസാണ് ഇതിനായി എടുത്തേക്കുന്നത്. ഈ അരി ഞാനിപ്പോൾ 1/4 വേവാക്കിയാണ് വെച്ചേക്കുന്നത്. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചിക്കൻ കപ്സ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നന്നായിട്ട് ചിക്കനും ചോറും ഒക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ചിക്കൻ കപ്സ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്താൽ മാത്രം പോരാ, ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.